ദാവീദ് രാജാവായിട്ട് സ്ഥിരപ്പെട്ടു. അത്ഭുതകരമായി ഭരണം നടത്തുകയാണ്. വളരെ സ്വസ്ഥതയോടെ ആയിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഒരു രാജ്യവും ദാവീദിന് നേരെ യുദ്ധം ചെയ്യുവാനായിട്ട് വരുന്നില്ല. കാരണം ദാവീദിനെ എല്ലാവർക്കും ഭയമായിരിക്കുന്നു. ഇപ്പോൾ ദാവീദ് വളരെ സ്വസ്ഥമായി സമാധാനത്തോടെ ആയിരിക്കുന്നു. അങ്ങനെ സെറ്റിൽഡാകുമ്പോൾ സാധാരണമായിട്ട് മനുഷ്യൻ ആശിക്കുന്നത് എന്താണ്? സമാധാനത്തെയാണ്. ദൈവമേ, വിചാരിച്ചത് നേടിയെടുത്തു, സിംഹാസനത്തിൽ ഇപ്പോൾ ഇരിക്കുന്നു. എന്നെ കണ്ടുകൊണ്ട് ചുറ്റുമുള്ള രാജ്യങ്ങളും ഭയപ്പെടുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു, എൻ്റെ രാജ്യവും സ്വസ്ഥമായിരിക്കുന്നു എന്നതാണ് സാധാരണമായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതായ വിധാനം. എന്നാൽ ദാവീദ് അങ്ങനെ വിചാരിച്ചില്ല. ദൈവമെന്നെ അനുഗ്രഹിച്ച് ഈ സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഉന്നതമായ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിനൊരു ഇഷ്ടമുണ്ട്. എന്താണത്? ഇതുവരെയും ആരും ഭരിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രേഷ്ഠഭരണം ഞാൻ കൊടുക്കണം. വരും തലമുറയിലുള്ള ആളുകൾക്ക് പോലും ഭരിക്കുവാൻ കഴിയാത്ത ശ്രേഷ്ഠമായ ഒരു ഭരണം എൻ്റെ ജനത്തിന് ഞാൻ കാഴ്ചവെക്കണം. പ്രിയ സഹോദര, പ്രിയ സഹോദരി, കേൾക്കുന്നുണ്ടോ? ഈ ദിവസം നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം ഉണ്ടായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരുടെ പിന്നിൽ അവരുടെ അപ്പനും അമ്മയുമൊക്കെ ഉണ്ട്. അവരുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ഉണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവർക്ക് മാതാപിതാക്കളുണ്ട്. അവർക്ക് മാതാപിതാക്കളുണ്ട്. അവർക്കും മാതാപിതാക്കളുണ്ട്. അവർക്ക് മാതാപിതാക്കളുണ്ട്. അവർക്ക് മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്കൊരു കാര്യമറിയാമോ? ഇന്ന് നിങ്ങൾ ജനിച്ചു എന്നിരിക്കട്ടെ. നിങ്ങളുടെ ജനനം മുതൽ 400 വർഷങ്ങൾ പിറകിലോട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. എത്ര വർഷങ്ങളാണ്? 400 വർഷങ്ങൾ പിറകോട്ട് പോവുകയാണെന്നിരിക്കട്ടെ. 4500ഓളം അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരുമൊക്കെ നിങ്ങളുടെ ജനനത്തിൻ്റെ പിന്നിലുണ്ട്. ശരിയല്ലേ? നിങ്ങളുടെ പിന്നിലുള്ള 400 സംവത്സരത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ആയിരക്കണക്കിന് അമ്മൂമ്മമാര്, ആയിരക്കണക്കിന് മുത്തച്ഛന്മാരൊക്കെ ഉള്ളതായിട്ട് കാണാൻ കഴിയും. നിങ്ങളുടെ പിൻതലമുറയിൽ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടെന്ന് കാണാൻ കഴിയും. ഇനിയും വരുന്നതായ വർഷങ്ങൾ നോക്കുമ്പോൾ എത്രയോ ആയിരങ്ങളാണിനിയും ജനിക്കാനിരിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും എടുക്കേണ്ട തീരുമാനം എന്താണെന്നറിയാമോ? ദാവീദിന്റെ തീരുമാനമായിരിക്കണം. എന്താണത്? എൻ്റെ മുൻപിലുള്ള രാജാക്കന്മാരെക്കാൾ, എൻ്റെ പിൻപിലുള്ള രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠനായൊരു രാജാവായിട്ട് എനിക്ക് മാറണം. ഇങ്ങനെ ദാവീദ് തീരുമാനമെടുത്തു. മാതാപിതാക്കളെ, നിങ്ങളുടെ മുൻപിലുള്ള മാതാപിതാക്കളെക്കാൾ, നിങ്ങൾക്ക് പിന്നാലെ വരുന്ന മാതാപിതാക്കളെക്കാൾ നിങ്ങൾ ശ്രേഷ്ഠരായ ഒരു പിതാവായും മാതാവായും ജീവിക്കണം. ഇങ്ങനെ തീരുമാനമെടുക്കുക, ആ രീതിയിൽ ജീവിക്കുവാനുള്ള ശ്രമം നടത്തുക. അതാണ് ദാവീദ് ചെയ്തത്. അതുകൊണ്ട് ബൈബിളിൽ നോക്കുമ്പോൾ 40 സംവത്സരക്കാലം ദാവീദ് തൻ്റെ ഭരണം നടത്തി. ദാവീദ് ഭരണം നടത്തിയ 40 സംവത്സരക്കാലവും രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടമായിട്ട് കാണുന്നു. പൊന്നുപോലെയുള്ള ഭരണം കാഴ്ചവെക്കാനിടയായി. എങ്ങനെയാണ് പൊന്നുപോലെയുള്ള ഭരണം കാഴ്ചവെച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ശത്രുക്കളായി നിന്നതായ രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തുവാനിടയായി. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ. അവൻ കിഴക്കോട്ട് നോക്കിയപ്പോൾ മോവാബ്യ രാജ്യത്തെ കണ്ടു. താൻ പടിഞ്ഞാറോട്ട് നോക്കിയപ്പോൾ ഫെലിസ്ത്യരുടെ രാജ്യം കണ്ടു. മുൻപോട്ട് നോക്കിയപ്പോൾ സിരിയാദേശം കാണുവാനിടയായി. പിറകോട്ട് നോക്കിയപ്പോൾ ഏദോമ്യ ദേശത്തെ കണ്ടു. ഇവരെ 4 പേരെക്കുറിച്ചും ചിന്തിച്ചു നോക്കിയപ്പോൾ ഇവർ വളരെ അപകടകാരികളാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടെന്നാൽ ഓരോരോ രാജ്യക്കാർക്കും ഓരോരോ സ്വഭാവരീതികളാണുള്ളത്. ഉദാഹരണത്തിന്, ഫെലിസ്ത്യർ പരിഹസിക്കുന്നവരായിരുന്നു. മോവാബ് ദേശക്കാർ അശുദ്ധിയാക്കുന്നവരായിരുന്നു. സിരിയാദേശംകാർ അവസരവാദികളായിരുന്നു. എദോമ്യർ തടങ്കൽപ്പാറകളായിരുന്നു. ഈ 4 പേരെയും ശ്രദ്ധിച്ച് പരിശോധിച്ചാൽ, ഇവരെ ജയിക്കാൻ കഴിയാതിരുന്നാൽ, ഇവരെ കീഴ്പ്പെടുത്തിയില്ല എങ്കിൽ എൻ്റെ രാജ്യത്തിന് സ്വസ്ഥത കാണുകയില്ല, എൻ്റെ ജനത്തിന് സമാധാനം കാണുകയില്ല. അതുകൊണ്ട് എന്തു വന്നാലും ശരി, ഇടതുവശത്തും വലതുവശത്തും മുൻപിലും പിൻപിലുമുള്ള സകല ശത്രുക്കളെയും കീഴ്പ്പെടുത്തുവാനിടയായിരിക്കണം എന്ന് തീരുമാനിക്കുവാനിടയായി. അങ്ങനെ തീരുമാനമെടുത്തിട്ട് ആദ്യം ഏത് രാജ്യത്തെ നേരെ തിരിഞ്ഞെന്നറിയാമോ? ഫെലിസ്ത്യരുടെ നേരെ തിരിഞ്ഞു. എന്തുകൊണ്ട് ഫെലിസ്ത്യ രാജ്യത്തെ തന്നെ ആദ്യം തന്നെ തിരഞ്ഞെടുത്തതെന്നറിയാമോ? ആ രാജ്യം വളരെ ചെറുതായിരുന്നു. വളരെ ചെറിയ രാജ്യമാണ്. ഭാരതത്തിൽ 28 സംസ്ഥാനങ്ങൾ ഉണ്ട്. എത്രയാണ് പറയൂ? 28 സംസ്ഥാനങ്ങളുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാടുണ്ട്, തെലങ്കാനയുണ്ട്, ആന്ധ്രാപ്രദേശുണ്ട്, കർണാടകയുണ്ട്, കേരളമുണ്ട്. ഈ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? കേരള സംസ്ഥാനമാണ്. നിങ്ങൾ ഇന്ത്യയുടെ മാപ്പ് നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലാതെ, അതായത് നാഗാലാൻഡ്, മണിപ്പൂർ, ഈ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ അല്ലാതെ നിങ്ങൾ നോക്കുമ്പോൾ
നമ്മുടെ രാജ്യത്തിൽ സാധാരണ കാണുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് കേരള സംസ്ഥാനം. നോക്കുക, ഇപ്പോൾ ചെറിയ സംസ്ഥാനം അതെങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ വശത്തായിരിക്കുന്നുവല്ലോ, കിഴക്കായിട്ടാണല്ലോ നമ്മളായിരിക്കുന്നത്, പടിഞ്ഞാറാണല്ലോ കേരളമായിരിക്കുന്നത്. ചെറിയ ഒരു ഷിപ്പ് പോലെയാണ് കാണപ്പെടുന്നത്. ഫിലിസ്തീനും അങ്ങനെയാണ് കാണപ്പെട്ടത്. ഒരു ചെറിയ സ്ട്രിപ്പ്, ചെറിയ ഒരു രാജ്യമായിരുന്നു അത്. എന്നാൽ ആ ചെറിയ രാജ്യം ഏത് രാജ്യത്തെ എതിർത്തു നിന്നെന്നറിയാമോ? ഇസ്രായേലിനെ എതിർത്തു നിന്നു. ഏതു രാജ്യത്തെ ഭയപ്പെടുത്തിയെന്നറിയാമോ? ഇസ്രായേലിനെ ഭയപ്പെടുത്തി. ഏതു രാജ്യത്തെ കീഴ്പ്പെടുത്തിയെന്നറിയാമോ? ഇസ്രായേലിനെ കീഴ്പ്പെടുത്തുവാനിടയായി. 40 സംവത്സരക്കാലത്തോളം ഈ ഫിലിസ്ത്യർ ചെറിയ ദേശമായിരുന്നിട്ടും ഇസ്രായേൽ രാജ്യത്തെ അടിമകളാക്കി ഭരിച്ചു. അവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, വളരെ ബുദ്ധിയോടെ തങ്ങളുടെ ചുറ്റുമുള്ള രാജ്യത്തിന് നേരെ പടയോട്ടം നടത്തി അവരെ കീഴ്പ്പെടുത്തി, അവരെ അടക്കി ഭരിക്കുക, അവരെ നിന്ദിക്കുക, അവരെ അപമാനിക്കുക. ഇതായിരുന്നു അവരുടെ രീതി. ഇപ്പോൾ നമുക്ക് മുൻപോട്ട് പോകാം. ശിംശോൻ എന്ന ന്യായാധിപനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ശിംശോൻ എങ്ങനെയുള്ളവനാണ്? വളരെ ശക്തനായിരുന്നു. ബലവാനായ ശിംശോനെ ദൈവം തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും വിടുവിക്കുവാനാണ്. ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുവാനായിട്ട് ദൈവം ശിംശോനെ വേർതിരിച്ചു, അവനെ പ്രതിഷ്ഠിച്ചു, തന്റെ ബലത്താൽ അവനെ നിറച്ചു. തന്റെ ജനത്തെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചെടുത്തുകൊണ്ട് സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന് വേണ്ടി ശിംശോനെ തിരഞ്ഞെടുത്തപ്പോൾ ശിംശോൻ എന്താണ് ചെയ്തതെന്നറിയാമോ? ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക്, അവരുടെ മേഖലയിലേക്ക് ചെന്നു. തിമ്ന എന്ന് വിളിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അത് ഫെലിസ്ത്യർക്കും ഇസ്രായേലിയർക്കും മധ്യയുള്ളതായ അതിർത്തി പ്രദേശങ്ങളിൽ ഒന്നാണ്. അവിടെ സാധാരണമായിട്ട് ദുർനടപ്പുകാരുള്ള സ്ഥലമാണ്. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിൽ യഹൂദ തന്റെ മരുമകളുമായിട്ട് പാപം ചെയ്യുകയാണ്. എന്തുകൊണ്ടെന്നാൽ മരുമകൾ റോഡ് വക്കിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ, മൂടുപടമിട്ടുകൊണ്ടിരുന്നപ്പോൾ അവൾ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയാണെന്ന് വിചാരിച്ച് അവളോടൊപ്പം പോയി. അത് എവിടെ വെച്ചാണ് സംഭവിച്ചത്? തിമ്നയിലേക്കുള്ളതായ വഴിയിൽ. അതായത് തിമ്നയിലേക്കുള്ള വഴി ശരിയായതല്ല. അത് അശുദ്ധമായ ഇടമാണ്, അശുദ്ധിയുള്ള പ്രവൃത്തികൾ നടക്കുന്നതായ ഇടമാണ്. ദൈവത്തിന്റെ പൈതലായി ജീവിക്കേണ്ടിയിരുന്ന ശിംശോൻ ശത്രുവായിരിക്കുന്ന ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക്, അതും അശുദ്ധ പ്രവൃത്തികൾ ചെയ്യുന്നതായ ആണുങ്ങളും പെണ്ണുങ്ങളും ഉള്ളതായ ആ സ്ഥലത്തേക്ക് എന്തുകൊണ്ടാണ് ശിംശോൻ പോയത്? അവൻ വേർതിരിക്കപ്പെട്ടവനല്ലേ, പ്രതിഷ്ഠിക്കപ്പെട്ടവനല്ലേ, ജനത്തിന് വിടുതലും രക്ഷയും കൊടുക്കേണ്ടവനല്ലേ, അതായത് വിജയം കൊടുക്കേണ്ടവനല്ലേ, കടമ ഉള്ളവനായിരുന്നില്ലേ? എന്നാൽ താൻ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്, താൻ ന്യായാധിപനാണ്, ജനത്തിനു വേണ്ടി നിൽക്കേണ്ടവനാണ്, ജനത്തിന് വിജയം നേടിക്കൊടുക്കേണ്ടവനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും എന്തിനാണ് തിമ്നയിലേക്ക് പോയത്? അതായിരുന്നു ശിംശോനുണ്ടായിരുന്ന ഒരു വീക്ക്നസ്, ഒരു ബലഹീനത. സഹോദര സഹോദരി, ശിംശോൻ പുറമെ വലിയ ശക്തനായി കാണപ്പെടുന്നുവെങ്കിലും ഉള്ളിലൊരു ബലഹീനതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, തനിക്ക് ജഡത്തിന്റെ മോഹമുള്ളിൽ ഉണ്ടാകുമ്പോൾ ആ മോഹത്തെ കൺട്രോൾ ചെയ്യുവാനോ അതിനെ അടക്കുവാനോ ശിംശോന് കഴിയില്ലായിരുന്നു. ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? തിമ്നയിലേക്ക് പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു. വളരെ അട്രാക്റ്റീവായിട്ട്, വളരെ സൗന്ദര്യമുള്ളവളായി കണ്ടു. അവൾക്ക് അടിമയാകാനിടയായി. അവളുടെ ചുറ്റും പ്രേമം എന്ന് പറഞ്ഞു നടന്നു. ആ പെൺകുട്ടിയും അങ്ങനെ തന്നെ ചെയ്തു. അവസാനം ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അതൊരു ഫെലിസ്ത്യ കന്യകയായിരുന്നു. ആത്മീയതയുള്ളവളായിരുന്നില്ല, ദൈവപൈതലായിരുന്നില്ല. മാതാപിതാക്കൾ അവനോട് അപേക്ഷിച്ച് പറഞ്ഞു, മകനെ, നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് പാടില്ല. എന്തിനാണ് ആ പെണ്ണിന്റെ പിറകെ പോകുന്നത്? അവൾ ആത്മീയതയുള്ള പെണ്ണല്ലല്ലോ, നമ്മുടെ ശത്രുവായിരിക്കുന്ന ആളുകളാണല്ലോ. അവരുടെ വിശ്വാസം വേറെ, നമ്മുടെ വിശ്വാസവും വേറെ. നീ എന്തിനാണ് അവളുടെ പിന്നാലെ നടക്കുന്നത്? നീ പിന്മാറണം. മാറില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നു, അവളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കണം. മകനെ, അത് ദൈവത്തിന്റെ ഹിതം അല്ല, അത് ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും എനിക്കെന്താണ്? എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിക്കും. എന്ത് സംഭവിച്ചു? അവളെ തന്നെ വിവാഹം കഴിച്ചു. ദൈവഹിതമല്ലെങ്കിലും ദൈവത്തിന് ഇഷ്ടമല്ല എങ്കിലും വചനത്തിന് വിരുദ്ധമായിട്ടും ചെന്ന് വിവാഹം കഴിച്ചു. പ്രിയ മകനെ, മകളെ, പിശാച് നിന്നെ ട്രാപ്പ് ചെയ്യുവാനായിട്ട്, നിന്നെ അകപ്പെടുത്തേണ്ടതിന് വേണ്ടി ഏതെങ്കിലും ഒരു ആൺകുട്ടിയെയോ അല്ലെങ്കിൽ പെൺകുട്ടിയെയോ ഏതെങ്കിലും ഒരു പുരുഷനെയോ സ്ത്രീയോ നിന്റെ മുൻപിൽ കൊണ്ടുവരാനിടയാകും. എന്തിനാണ് പറയുന്നത്? ഓൾറെഡി അങ്ങനെ ചെയ്തിരിക്കുന്നുവല്ലോ. ഇത് വാസ്തവമല്ലേ? ഈ ദിവസം ഒരു പുരുഷന്റെ കെണിയിൽ നീ വീണിരിക്കുന്നു, ഒരു സ്ത്രീയുടെ കെണിയിൽ നീ അകപ്പെട്ടിരിക്കുന്നു. നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് പോലും ഒരു പുരുഷന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആകർഷണീയതയിൽ നീ വീണുപോയിരിക്കുന്നു. എന്താണെന്നറിയാമോ? പിശാച് നിന്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. നിന്നെ നശിപ്പിക്കുവാനായി, നിന്റെ ജീവിതത്തെ പെരുവഴിയിലാക്കുവാനായിട്ട്
നിന്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. ശിംശോനെ എന്തു ചെയ്തെന്നറിയാമോ? അവന്റെ കെണിയിലേക്ക് പിടിച്ചെടുത്തു. ബലവാനായിരുന്നു, വലിയ ശക്തനായിരുന്നു. എന്നാൽ ഒരു പെൺകുട്ടിയുടെ കെണിയിൽ വീണ് അവസാനം എന്താണ് സംഭവിച്ചത്? പ്രേമമാണെന്നൊക്കെ പറഞ്ഞ് വിവാഹം കഴിച്ചു, വിവാഹവും നടന്നു. എന്നാൽ താമസിയാതെ വിവാഹബന്ധം തകർന്നു പോകാനിടയായി. അവൾ തന്നെ മറ്റൊരു സ്നേഹിതനെ വിവാഹം കഴിച്ചിട്ട് നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയി. ശിംശോൻ ഭ്രാന്തനായി മാറി, പ്രേമഭ്രാന്തനായി മാറി. ദൈവത്തിന്റെ കയ്യിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നവനായ ശിംശോൻ ആ ഫെലിസ്ത്യരുടെ ദേശത്ത് ചെന്നിട്ട് ഇന്നൊരാളോടൊപ്പം നാളെ മറ്റൊരാളോടൊപ്പം മറ്റൊരിടത്തേക്ക് പോകും, ഒരു വേശ്യ സ്ത്രീയോടൊപ്പം പോകും. അങ്ങനെ ദുർനടപ്പിൽ ജീവിക്കുവാനിടയായി. ശത്രുക്കളായിരിക്കുന്ന ഫെലിസ്ത്യരുടെ ഉറക്കം കെടുത്തേണ്ടിയിരുന്നവനായ ശിംശോൻ ഫെലിസ്ത്യരുടെ പട്ടണത്തിൽ ചെന്നിട്ട് അവിടെ പാപം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. എത്ര ദൗർഭാഗ്യകരമാണ്! അവനുവേണ്ടി കാത്തിരുന്നു, അവന്റെ മേൽ ദൃഷ്ടിവെച്ചു. അവസാനം ഫെലിസ്ത്യർ പാപം കൊണ്ടുതന്നെ ശിംശോനെ പിടിക്കാനിടയായി. അവൻ പിടിക്കപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മിൽ പലർക്കുമുള്ളതായ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ സാമർത്ഥ്യത്തോടെയാണ് തെറ്റുകൾ ചെയ്യുന്നത്, വളരെ ബുദ്ധിപരമായിട്ടാണ് നീക്കങ്ങൾ ചെയ്യുന്നത്, ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ അത് സത്യമല്ല. കാരണം പാപത്തിന് ഒരു സ്വഭാവമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് നിന്നെ പിടിക്കും. പിശാച് ശിംശോനെ പിടിക്കാനിടയായി. ഫെലിസ്ത്യർ ശിംശോനെ ബന്ധിക്കാനിടയായി. അങ്ങനെ ബന്ധിക്കുമ്പോൾ അവർ എന്തു ചെയ്യുമെന്നറിയാമോ? വളരെ ക്രൂരമായിട്ട് അവനെ അപമാനിക്കാനിടയാകും. താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അപമാനം കൊണ്ട് നിറയ്ക്കും. അവനെ പരിഹസിക്കും, അവനെ ലജ്ജിപ്പിക്കാനിടയാകും, അവനെ നിന്ദിക്കും. അതുതന്നെയാണല്ലോ ഇവിടെയും ചെയ്തത്. നമുക്ക് വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 16 അധ്യായം 25 വാക്യം, അവസാനത്തെ ലൈൻ. അവൻ അവരുടെ മുൻപിൽ കളിച്ചു. തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അവനെ നിന്ദിച്ചപ്പോൾ, പരിഹസിച്ചപ്പോൾ അവനത് താങ്ങുവാൻ കഴിഞ്ഞില്ല, അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല. ഇവരെന്നെ കാണുമ്പോൾ ഭയന്ന് വിറച്ചവരായിരുന്നു. എൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയന്നോടുമായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ ഞാൻ അകപ്പെട്ടുവല്ലോ. പ്രിയ സഹോദര സഹോദരി, മകനെ മകളെ, നീ 4 ചുവരുകളുടെ മധ്യയിൽ തെറ്റായ രീതിയിൽ സംസാരിച്ചേക്കാം, തെറ്റായ രീതിയിൽ ചിന്തിച്ചേക്കാം, തെറ്റായ പ്രവൃത്തികൾ ചെയ്തേക്കാം, ദൈവം കാണുന്നുണ്ട് എന്നുള്ളതായ ബോധ്യം പോലുമില്ലാതെ പ്രവർത്തിച്ചേക്കാം. എന്നാൽ 4 പേരുടെ മുൻപിൽ നീ തെറ്റു ചെയ്യപ്പെട്ടവനായി പിടിക്കപ്പെടുമ്പോൾ ആ അപമാനം സഹിക്കാൻ കഴിയില്ല. അതാണ് പിശാചിന് വേണ്ടത്. നിന്നെ പെരുവഴിയിലിറക്കണം, നിന്നെ അപമാനിക്കണം. ലജ്ജ കൊണ്ട്, അപമാനം കൊണ്ട് നിനക്ക് നിന്നോട് തന്നെ വെറുപ്പുണ്ടാകണം. അതാണ് പിശാചിൻ്റെ വലിയ ഒരു തന്ത്രം. അതാണ് പിശാചിൻ്റെ രീതി. പത്രത്തിൽ ഞാനൊരു ന്യൂസ് ഇപ്രകാരം വായിച്ചു. ആ പയ്യൻ പഠിക്കുവാനായിട്ട് ആ പട്ടണത്തിലേക്ക് വന്നവനാണ്. തൻ്റെ അയൽപക്കത്തുണ്ടായിരുന്ന ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ ഫോണിൽ കൂടി അത് റെക്കോർഡ് ചെയ്യുവാനിടയായി. പെട്ടെന്നത് ആ പെൺകുട്ടി കണ്ടു. പുറത്തു വന്ന് തൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. അയൽപക്കത്തെ ഈ പയ്യൻ ഞാൻ കുളിക്കുന്നത് കണ്ടത് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവർ അത് കേട്ട് ആ പയ്യനെ കണ്ട് അവനെ ഉപദ്രവിച്ചു. അവനെ തല്ലിച്ചതച്ചിട്ട് നിന്റെ അമ്മയും അപ്പനെയും അറിയിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരുടെ മുൻപിൽ വെച്ച് തന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങളുടെ മകൻ ചെയ്തതായ ദുഷ്ടപ്രവൃത്തി എന്താണെന്നറിയാമോ? പഠിക്കേണ്ടതായി വന്ന ഇവൻ ഇവിടെ പഠിക്കാതെ എൻ്റെ മകൾ കുളിച്ചപ്പോൾ അത് നോക്കി റെക്കോർഡ് ചെയ്തു. വരൂ, നിങ്ങളും ഇങ്ങോട്ട് വരൂ, നിങ്ങളെയും ഞാൻ കാണിച്ചു തരാം, പോലീസിൽ കേസ് കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ആ പയ്യനെപ്പോൾ വാതിൽ ലോക്ക് ചെയ്തിട്ട് പോയി. മാതാപിതാക്കൾ കേട്ടതായ വാർത്ത കൊണ്ട് മാനസികമായി വളരെ നിരാശയോടെ ദുഃഖത്തോടെ കടന്നുവന്നു. എന്താണ് നിങ്ങളുടെ മകൻ ചെയ്തത് എന്ന് നോക്കുമെന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് നോക്കിയതായ സമയത്ത് എന്താണെന്നറിയാമോ? അപമാനം സഹിക്കവയ്യാതെ, എനിക്കെങ്ങനെ എൻ്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കുവാനായിട്ട് കഴിയും? എന്നെ പെറ്റ് വളർത്തി വലുതാക്കിയതായ എൻ്റെ അമ്മയും അച്ഛനും അവരെ എനിക്ക് എങ്ങനെ നേരിടാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സഹിക്കാൻ കഴിയാതെ തൂങ്ങി മരിച്ചു. റെക്കോർഡ് ചെയ്തപ്പോൾ അത് തമാശയാണ്, അതൊരു രസമാണ് എന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ അതുകൊണ്ട് അവസാനം എന്താണ് സംഭവിച്ചത്? പ്രാണൻ പോകാനിടയായി. പ്രിയ മകനെ മകളെ, സഹോദര സഹോദരി, ഇതാണ് പിശാചിന് നമ്മൾ അവസരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ വരുത്തിവെക്കുന്നതായ ബാക്കി ഇതാണ്. നമ്മെ നിന്ദിക്കും, അപമാനിച്ചു കളയും, തലകുനിക്കുവാനിടയാക്കും. അവസാനം ശിംശോൻ അവരെല്ലാവരും അപമാനിച്ചപ്പോൾ തനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയി, തൻ്റെ ശരീരം മുഴുവനും മുറിവേറ്റിരിക്കുന്നു. അപമാനം സഹിക്കാതെ എന്താണ് ചെയ്തത്? അവൻ സ്വയം മരണമേറ്റുവാങ്ങി.
സഹോദരീ സഹോദര, ഫെലിസ്ത്യരുടെ സ്വഭാവം അതാണ്. ആദ്യം വളരെ തന്ത്രപൂർവം നിന്നെ പാപത്തിലേക്ക് ആകർഷിക്കും, നിന്നെ പാപം ചെയ്യുവാനിടയാക്കും. അതിനുശേഷം വളരെ ക്രൂരമായി നിന്നെ നിന്ദിക്കാനിടയാകും. പിശാച് അതാണ് ചെയ്യുന്നത്. പ്രിയ മകനെ മകളെ, ജാഗ്രത. പിശാച് രസമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് തൽക്കാലത്തേക്കുള്ള സന്തോഷമൊക്കെ നൽകാൻ ശ്രമിക്കുമ്പോൾ നീ അതിൽ അകപ്പെട്ടു പോകുകയാണെങ്കിൽ നിന്റെ ജീവൻ പോലും പോകാനിടയാകും. നീ ചെയ്ത പാപപ്രവൃത്തി കാരണം നീ നിന്നുകൊണ്ട്, അപമാനം കൊണ്ട് തല താഴ്ത്തുവാനിടയാകും. ആ പരിഹാസം സഹിക്കവയ്യാതെ, ആ ഇൻസൾട്ട് സഹിക്കവയ്യാതെ നിന്നെ തന്നെ നീ കൊന്നേക്കാം. 2. മോവാബ്യർ. മോവാബ്യരാണെങ്കിൽ കിഴക്ക് ഭാഗത്താണ്, ഫെലിസ്ത്യരാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ്. ദാവീദ് എന്താണ് ചെയ്തത്? ആ ഫെലിസ്ത്യരെ കീഴ്പ്പെടുത്താനിടയായി. ഞങ്ങളുടെ രാജ്യക്കാരെ നിങ്ങൾ ട്രാപ്പ് ചെയ്യാൻ പാടില്ല, ഞങ്ങളുടെ ജനത്തെ നിങ്ങളുടെ കെണിയിൽ അകപ്പെടുത്തുവാൻ പാടില്ല. ഇന്ന് ഞങ്ങളുടെ ജനത്തെ വലയിൽ അകപ്പെടുത്താൻ ശ്രമിച്ചാൽ നാളെ നീ എന്നെയും വലയിൽ അകപ്പെടുത്തിയേക്കാം. അതുകൊണ്ട് നിങ്ങളിവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കീഴ്പ്പെടുത്തുവാൻ ഇടയായി. ഫെലിസ്ത്യരെ കീഴ്പ്പെടുത്തുന്ന പ്രവൃത്തിയിൽ ഫെലിസ്ത്യർക്കുള്ള 5 പട്ടണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ പട്ടണം ഏതാണ്? ഗത്ത്. ഗത്തിനെ ആദ്യം കീഴ്പ്പെടുത്തുവാനിടയായി. ഇപ്പോൾ കിഴക്ക് ഭാഗത്തുള്ള മോവാബ്യരെ കണ്ടു. ഇവരെയും ഒരു പാഠം പഠിപ്പിക്കണം. മോവാബ്യർ ഏത് കാര്യത്തിലാണ് ഫേമസ് ആയിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് അറിയാമോ? ദുർനടപ്പിൽ ഫേമസ് ആണ്. മോവാബ്യർക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ വ്യഭിചാരം ചെയ്തുകൊണ്ട് നിന്നെ അകപ്പെടുത്താനിടയാകും, തങ്ങളിലേക്ക് തിരിക്കുവാനിടയാകും. നമുക്ക് വായിക്കാം സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ശ്രദ്ധിക്കുക, ഇസ്രായേലിയർ ശിത്തീമിൽ എന്ന ദേശത്തേക്ക് പാർക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതായ മോവാബ്യ സ്ത്രീകൾ ഇവരെ പരസംഗം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കാനിടയായി. അവരുടെ പ്രവൃത്തി അങ്ങനെയാണ്, അങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണ്. അവസരം കിട്ടുകയാണെങ്കിൽ വ്യഭിചാരത്തിൽ അകപ്പെടുത്തും. പ്രിയ സഹോദര സഹോദരി, മോവാബ്യർ അശുദ്ധിയാക്കുന്നവരാണ്, ഫെലിസ്ത്യർ പരിഹസിക്കുന്നവരാണ്. അശുദ്ധിയാക്കുന്നതായ മോവാബ്യ ആളുകൾ ഇസ്രായേലിയരെ പരസംഗത്തിൽ വീഴ്ത്തി. ഇവരെ കൊന്നിട്ടല്ലാതെ, ഇവരെ കീഴടക്കിയിട്ടല്ലാതെ ദേശത്തിന് സ്വസ്ഥത ലഭിക്കില്ല. ദാവീദ് തിരിച്ചറിഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്യുക. അവർ ആ സമയം മോവാബ്യരിൽ ഏകദേശം 10,000 പേരെ വെട്ടിക്കളഞ്ഞു. അവർ എല്ലാവരും ബലവാന്മാരും യുദ്ധവീരന്മാരുമായിരുന്നു. ഒരുത്തനും ചാടിപ്പോയില്ല. ആ കാലത്ത് മോവാബ് ഇസ്രായേലിന് കീഴടങ്ങി. ദേശത്തിന് 80 സംവത്സരം സ്വസ്ഥത ഉണ്ടാവുകയും ചെയ്തു. സ്വസ്ഥതയുണ്ടായി. ആരെ കീഴടക്കിയപ്പോഴാണ്? അശുദ്ധിയാക്കുന്ന ആളുകളെ കീഴ്പ്പെടുത്തിയപ്പോൾ ഏകദേശം 80 സംവത്സരക്കാലം ഇസ്രായേൽ രാജ്യത്തിന് സ്വസ്ഥത ലഭിച്ചു. സഹോദരീ സഹോദര, നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? എങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുക. വിശുദ്ധി സ്വസ്ഥത നൽകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അശുദ്ധി നിങ്ങൾക്ക് ഉള്ളതായ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനം കാണില്ല എന്ന് ബൈബിളിൽ പറയുന്നു. അതായത് അശുദ്ധിയുള്ള ചിന്തകൾ ആകട്ടെ, അശുദ്ധമായ വിചാരങ്ങളാകട്ടെ, അശുദ്ധമായ കാര്യങ്ങൾ, അശുദ്ധമായ ദൃശ്യങ്ങൾ കാണുന്നതാകട്ടെ, അശുദ്ധമായ ബന്ധങ്ങളാകട്ടെ, അശുദ്ധമായ ശീലങ്ങളാകട്ടെ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല എന്നോർക്കുക. എപ്പോഴാണ് അശുദ്ധിയാക്കുന്നതായ മോവാബ്യരെ കീഴ്പ്പെടുത്തിയത്, അവരെ മുഴുവനും സംഹരിച്ചു കളഞ്ഞത്, അപ്പോൾ രാജ്യം മുഴുവനും സംവത്സരങ്ങൾ സ്വസ്ഥതയോടെ ജീവിച്ചു. ഇന്ന് കുടുംബത്തിൽ സമാധാനമില്ലാത്തതിന്റെ കാരണം എന്താണ്? ഭർത്താവ് ആരോടൊക്കെ ഒപ്പം കറങ്ങുന്നത് കൊണ്ടല്ലേ? ഭാര്യ ആരോടൊപ്പം നടക്കുന്നത് കൊണ്ടല്ലേ? മകൻ ഒരു പെൺകുട്ടിയുടെ പിറകെ നടക്കുന്നത് കൊണ്ട്, മകളൊരു ആൺകുട്ടിയുടെ പിറകെ നടക്കുന്നത് കൊണ്ടല്ലേ ഇന്ന് കുടുംബത്തിൽ സ്വസ്ഥത കെട്ടുപോയിരിക്കുന്നത്? ഒരമ്മയും മകനും എൻ്റെ അരികിലേക്ക് വന്നു. ദേവദാസ, എൻ്റെ മകനൊരു കമ്പനി ഇട്ടിരുന്നു, അത് നന്നായിട്ട് പ്രവർത്തിച്ചു പോയി. അവിടെ ജോലിക്ക് വേണ്ടി ഒരു പെൺകുട്ടി വരാനിടയായി. ജോലി ചെയ്യുന്നതായ സമയത്ത് ആ പെൺകുട്ടിയെ എൻ്റെ മകൻ ശ്രദ്ധിച്ചു. അവനെ പിന്നീട് മനസ്സിലായി ആ പെൺകുട്ടിയൊരു അനാഥയാണെന്ന്. സ്വന്തക്കാരും ബന്ധുക്കാരും ആരുമില്ല. അതുകൊണ്ട് എൻ്റെ മകൻ ആ മകളോട് ദയ തോന്നി. എന്നോട് അവൻ വന്ന് പറഞ്ഞു, അമ്മേ, അവൾക്ക് അമ്മയും അപ്പനുമില്ല, അനാഥയാണ്.
അങ്ങനെയുള്ള ആ പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അതവൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. തന്നെയുമല്ല, മാതാപിതാക്കളില്ലാത്തതുകൊണ്ട് അമ്മയെ അധികമായിട്ട് അവൾ സ്നേഹിക്കുകയും അമ്മയുടെ മകളായിട്ട് തന്നെ ജീവിക്കുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആലോചിച്ച് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അല്ലമ്മേ, അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, അവൾ തന്നെ എനിക്ക് ഭാര്യയായി വരികയാണെങ്കിൽ അത് വളരെ അനുഗ്രഹീതമായിരിക്കും എന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചു. വിവാഹം കഴിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ഭർത്താവ് ഓഫീസിൽ നിന്ന് വരികയാണ്. ഭാര്യയാണെങ്കിലോ ബൈക്കിലാണ് വന്നത്. ബൈക്കിൽ ഏതോ ഒരുവൻ ബൈക്കിൽ കൊണ്ടുവന്നിട്ട് തൻ്റെ ഭാര്യയെ അവിടെ ഇറക്കി. ഈ ഭർത്താവ് ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ഭർത്താവ് മറ്റൊരുവൻ്റെ ബൈക്കിൽ വന്നിട്ട് ഇറങ്ങുന്നു. ഇറങ്ങിയ ശേഷം അവൾ എന്നെ കാണുന്നു. കാണുമ്പോൾ സാധാരണമാണെങ്കിൽ ഭാര്യ എന്ത് ചെയ്യണം? അയ്യോ, എൻ്റെ ഭർത്താവ് കണ്ടു എന്ന് പറഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം. എന്നാൽ അവൾ അങ്ങനെ വന്നില്ല. അവനാണെങ്കിൽ ഇവളുടെ തോളിൽ കൈവയ്ക്കുന്നു, അവളെ ചേർത്ത് പിടിക്കുന്നു, വളരെ അടുപ്പത്തിൽ സംസാരിക്കുന്നു. ഇതെല്ലാം എൻ്റെ മുൻപിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ കാണുന്നു എന്നുള്ളതായ ഒരു ആലോചന പോലും ഇല്ലാതെ അവൾ അങ്ങനെ പ്രവർത്തിച്ചു. ഇത് കണ്ടതായ എനിക്ക് അപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിൽ വന്നതിന് ശേഷം ചോദിച്ചു, എന്താണിത്? നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇതെത്ര സംസ്കാരമുള്ള കാര്യമാണോ? നിനക്കാരുമില്ലാത്തത് കൊണ്ടാണല്ലോ നിനക്ക് താങ്ങായി തീരാമല്ലോ എന്ന് വിചാരിച്ച് നിന്നെ വിവാഹം ചെയ്തത്. നിന്റെ ജീവിതത്തിൽ നിനക്കൊരു തുണയായി താങ്ങായി നിൽക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ എൻ്റെ മുൻപിൽ തന്നെ നീ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്നു. ഇത് നീതിയുള്ള കാര്യമാണോ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്തു പറഞ്ഞെന്നറിയാമോ? എന്താണ് പറഞ്ഞത്? നിന്നെ ഇപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. അവനെ പണ്ട് മുതൽക്കേ എനിക്കറിയാം. 6 വർഷങ്ങളായി എൻ്റെ ബോയ്ഫ്രണ്ടാണ് അവൻ. ശരി, 6 വർഷമായിട്ട് നിന്റെ ബോയ്ഫ്രണ്ടായിരിക്കും. എന്നാൽ നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ. അവനെ ഉപേക്ഷിക്കുക, നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. എന്തു പറഞ്ഞെന്നറിയാമോ? വെഡ്ഡിയെപ്പോലെ സംസാരിക്കുന്നുവോ? എന്തിലെയോ ഞാൻ വിവാഹം കഴിച്ച നിങ്ങൾക്ക് വേണ്ടി 6 വർഷമായി എൻ്റെ ബോയ്ഫ്രണ്ടായിരിക്കുന്ന അവനെ ഞാൻ വിട്ടുകളയണമെന്നോ? നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞുകൊള്ളുക, നിങ്ങളെ ഉപേക്ഷിക്കാം. എന്നാലും ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല എന്നവൾ പറയുവാനിടയായി. ബ്രദർ, അതായത് എന്താണ് പറയുക? നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ എന്നോടൊപ്പം ജീവിക്കുക, എന്നാൽ എനിക്ക് അവനെയാണ് ഇഷ്ടം. ലീഗലായി നിങ്ങളോടൊപ്പം ഞാൻ ജീവിതം നയിക്കാം, ഇല്ലീഗലായി അവനോടൊപ്പം ഞാൻ ജീവിക്കാം. ഇഷ്ടമാണെങ്കിൽ കൂടെ നിൽക്കൂ, അല്ലെങ്കിൽ ഉപേക്ഷിക്കൂ. ഇതായിരുന്നു ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്. ഇത് എന്താണ്? ഇതെന്താണ്? അശുദ്ധിയാണ്. ഭാര്യ അശുദ്ധിയോടെ ജീവിച്ചാലും, ഭർത്താവ് അശുദ്ധിയോടെ ജീവിച്ചാലും, മകനും മകളും അശുദ്ധിയോടെ ജീവിച്ചാലും എന്താണ് സംഭവിക്കുന്നത്? ഏത് കുടുംബത്തിലാണ് അതുകൊണ്ട് സന്തോഷമുണ്ടാകുന്നത്? ഏത് കുടുംബത്തിലാണ് സമാധാനമുണ്ടാകുന്നത്, സ്വസ്ഥത ഉണ്ടാകാനിടയാകുന്നത്? കേൾക്കുക, മോവാബ്യരുടെ പ്രവൃത്തി എന്താണെന്നറിയാമോ? അശുദ്ധിയാക്കുക എന്നതാണ്. ഇങ്ങനെ അശുദ്ധിയാക്കുന്ന പ്രവൃത്തി നീ ജോലി ചെയ്യുന്ന ഇടത്തായിരിക്കാം. നീ ജോലി ചെയ്യുന്ന ഇടത്ത് നിന്നെ അശുദ്ധിയാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, നിന്നെ വീഴ്ത്തുന്നവൻ. ഉദാഹരണത്തിന്, യോസെഫ് ജോലി ചെയ്യുന്നിടത്ത് യോസെഫിനെ അശുദ്ധിയാക്കുവാനായിട്ട് ഒരു സ്ത്രീ വന്നില്ലേ? വന്നു. വരിക, എന്നോടൊപ്പം പാപം ചെയ്യൂ എന്ന് പറഞ്ഞ് പരീക്ഷിച്ചോ? ഇല്ലയോ? പരീക്ഷിച്ചു. ജോലി ചെയ്യുന്നയിടത്ത് പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി നിന്നെ പരീക്ഷിച്ചേക്കാം. പിശാചിന്റെ രീതി എന്താണെന്നറിയാമോ? നിനക്കുണ്ടായിരിക്കുന്ന സ്വസ്ഥതയും നിന്റെ വിശുദ്ധിയെയും നിനക്കുള്ള സമാധാനത്തെയും ഇല്ലാതാക്കുക എന്നതാണ്. നിന്നെ പെരുവഴിയിലേക്ക് ഇറക്കുകയാണ് പിശാചിന്റെ രീതി, അവന്റെ സ്വഭാവം. ദാവീദിനെ പോലെ 4 ദിക്കിൽ നിന്നും വിജയം നേടിക്കൊണ്ട് സ്വസ്ഥതയോടെ ജീവിക്കുവാനായി ആഗ്രഹിക്കുന്നുണ്ടോ? അതേ എന്ന് പറയുന്നവർ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട്, കർത്താവേ, 4 കൂട്ടരുടെ മധ്യയിൽ എനിക്ക് വിജയത്തെ നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു തോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ഈ ശ്രേഷ്ഠമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളെ ദർശിച്ചു തോർത്ത് അങ്ങയെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ കാട്ടണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. മറ്റുള്ളവരുടെ മുൻപാകെ പരിഹാസപാത്രങ്ങളാകാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അശുദ്ധിയെ അകറ്റണമേ. അവസരവാദികളെ ഇല്ലാതാക്കണമേ. തടങ്കൽ പാറകളെ എടുത്തു മാറ്റണമേ. കർത്താവേ, ദാവീദിനെപ്പോലെ നീതിയോടുകൂടി, സത്യസന്ധതയോടുകൂടി, പവിത്രതയോടെ, വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ജീവിതം കർത്താവേ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ, അറിഞ്ഞോ അറിയാതെയോ ചെയ്തതായ സകല തെറ്റുകളെയും
ക്ഷമിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പാദം മുതൽ ശിരസ് വരെയും തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ, പരിശുദ്ധിയുള്ളവരാക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ നിന്റെ കയ്യിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളെ കൈക്കൊള്ളണമേ എന്ന് യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.